എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണിയാണ്. ദമ്മൊന്നും ചെയ്യാത്ത സിമ്പിളായിട്ടുള്ള ബിരിയാണിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 3 മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഉള്ളി വറുത്തെടുക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 2 വലിയ സവോളയാണ് ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചേക്കണത്. അത് ഞാൻ പകുതിയായിട്ടാണ് വറുത്തെടുക്കണത്. അപ്പോൾ ആദ്യം പകുതി ഉള്ളി വറുത്തെടുക്കുക, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാർട്ടും വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് വേഗമായി കിട്ടും, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ പകുതി ഉള്ളി നമുക്ക് ആദ്യം വറുത്തെടുക്കാം. ഉള്ളി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വറുത്തെടുക്കണ പോലെ തന്നെ ഒരുവിധം ചുമന്ന കളറായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ പകുതി മാറ്റി വയ്ക്കാം. തീ ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഉള്ളിയുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞ് നമുക്ക് വാങ്ങിയെടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി നമുക്ക് വാങ്ങിയെടുക്കുമ്പോൾ ഒരു അരിപ്പയിലേക്ക് വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ നമുക്കത് എണ്ണ വാർന്ന് കിട്ടും ഒരു പാത്രത്തിലേക്ക് വെച്ചാലേ. അപ്പോൾ ഞാനത് വാങ്ങിയെടുക്കട്ടെ. അപ്പോൾ ഉള്ളിയുടെ ഫസ്റ്റ് ട്രിപ്പ് വാങ്ങിയെടുത്തു. ഇനി അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അതും ഇതേപോലെ തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി വറുത്ത് കോരണം. അപ്പോൾ ഈ ട്രിപ്പ് ഉള്ളി നല്ല ചുമന്ന കളറായി തുടങ്ങി. ഒന്നുകൂടി ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയെടുക്കാം. അപ്പോൾ ഈ ട്രിപ്പ് ഉള്ളി ഞാൻ വാങ്ങിയെടുത്തു. മുട്ട പുഴുങ്ങിയത് ഞാനിവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് കത്തി കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. എന്താ വെച്ചാൽ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൽ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കും. അതിനായിട്ട് ഒരു കത്തിയുടെ അറ്റം കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉപ്പും മുളകും അതിൽ പിടിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതുപോലെ നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്യണം. പിന്നീട് 2 കപ്പ് അരി ഞാൻ നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് നല്ലോണം വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു കഷ്ണം പട്ടയും ഒരു ഏലക്കായയും 2 കരയാമ്പൂക്ക് ഞാൻ അതിൽ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് അരിയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ അരിയിലേക്ക് ചേർത്ത് കൊടുക്കണത്. എന്നിട്ടൊന്ന് തിളച്ച് പകുതി വേവാകുമ്പോൾ നമുക്ക് വാർത്ത് വയ്ക്കാം. അപ്പോൾ അരി തിളച്ചു, പാകമായിട്ടുണ്ട്, പകുതി വേവേ ആയിട്ടുള്ളൂ. ഞാനതൊന്ന് വാർത്ത് വെക്കട്ടെ. അധികം വേവാൻ പാടില്ല, ഈ പാകത്തിൽ തന്നെ വാർത്ത് വെക്കണം കേട്ടോ. ചീഞ്ചട്ടി അടുപ്പത്ത് ചൂടാവുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് 2 കറുവാപ്പട്ടയുടെ ഇല കേട്ടോ ചീന്തിയിട്ടത്, പിന്നെ ഒരു 5 കരയാമ്പൂ ഇടുന്നുണ്ട്, പിന്നെ ഒരു 3 ഏലക്കായ ചതച്ച് വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ ഒരു വലിയ പട്ടയുടെ കഷ്ണം ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 2 പച്ചമുളക് നെടുക കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി നല്ലോണം ചതച്ചതാട്ടോ, ഇപ്പോൾ ഒരു 5-8 വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തത് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒന്ന് നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ലൊരു ചുമന്ന കളറാവുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതിനിടയിൽ നമുക്കൊരു കാര്യം ചെയ്യാനുള്ളത്, ഞാൻ മറ്റേ സ്റ്റൗവിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മുട്ട ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് അതിൻ്റെ മസാല ഒന്നും പിടിക്കണ്ടേ. അപ്പോൾ ചെറിയ ബ്രൗൺ കളറാവുന്നവരെ നല്ലോണം വഴറ്റി, ഇത്ര മതി. ഇനി നമുക്ക് വാങ്ങിയെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട വാങ്ങി വെച്ചു, നമ്മുടെ ഉള്ളിയും തയ്യാറായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓരോ മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ ആദ്യം ഇടുന്നത്, പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എരിവനുസരിച്ച് ഇടണം. പച്ചമുളക് നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മസാലയുടെ പച്ചമണം പോകുന്ന വരെ വഴറ്റുക നന്നായിട്ട്. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് വഴന്നുണ്ട്. ഇനി ഞാനൊരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് തീ താത്തി വെച്ചോളൂ. 5 മിനിറ്റായി, നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കാണും. ഒന്ന് കയ്യിലിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഒന്ന് നമ്മൾ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ, പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. നന്നായിട്ട് ഉടഞ്ഞു, തക്കാളി എല്ലാം ഉടഞ്ഞു നന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 2 ടീസ്പൂണോളം തൈരാണ്. ഞാൻ 2 ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തൈര് നല്ലോണം മിക്സ് ആവുന്നവരെ ഒരു 2 മിനിറ്റോളം നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ബിരിയാണി മസാലയാണ്. നമ്മൾ എത്ര മസാല ചേർത്താലും ബിരിയാണി മസാല ചേർത്തുന്ന ഒരു പ്രത്യേക സ്വാദാണ്. ഞാൻ എവറസ്റ്റിൻ്റെ ഷാഹി ബിരിയാണി മസാല 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് ഉള്ളിയില്ലേ, അതൊന്ന് ഒരു പിടി എടുത്തിട്ട് നമ്മൾക്ക് ഗ്രേവിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ അരിയിൽ ഉപ്പിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയുടെ ഗ്രേവിയിൽ നല്ല ഉപ്പ് വേണം, എന്നാലേ ചോറിലത് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട ചേർത്ത് കൊടുത്തു. ഇനി ഒന്നും കൂടി നല്ലോണം മിക്സ് ആക്കുക. നമ്മുടെ മസാലയൊക്കെ മുട്ടയിൽ നല്ലോണം പിടിക്കണ പോലെ മിക്സ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നാൽ ആ മസാല ഒന്ന് നല്ലോണം മുട്ടയിലൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇത്ര വെള്ളം മതി. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ അത് മസാലയൊക്കെ നല്ലോണം പിടിച്ചോളും മുട്ടയിൽ. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലോണം തിളച്ചു. നമുക്കിനി നമ്മൾ വാർത്ത് വെച്ച ചോറ് ഇട്ട് കൊടുക്കാം. അത് ഞാൻ നേരത്തെ തന്നെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചോറ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറ് നമ്മൾ ഇട്ട് കൊടുത്തു. ഒരു ലെയർ ചോറ് ആദ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോറ് ഒരു ലെയർ നിരത്തി കൊടുത്തു. ഇനി നമുക്ക് അതിന് മീതെ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി ചോറ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പുതിന അരിഞ്ഞതാണ്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഉള്ളി വറുത്തത് ഇട്ട് കൊടുക്കുക മീതെ കൂടെ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മിക്സ് ചെയ്യണം. മുട്ട പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടയിൽ നിന്നൊക്കെ എടുത്ത് സൈഡൊക്കെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ചും കൂടി ഉള്ളി ബാക്കിയുണ്ട്. അതും കൂടെ മീതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി തയ്യാറായി. ഇപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറായി. നല്ല ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഈ സെർവിങ് ബോളിലേക്ക് ആക്കട്ടെ. അപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടോ. ഇത് ബസ്മതി അരിയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ പച്ചരി ചോറ് ബാക്കിയുണ്ടെങ്കിൽ പോലും നമുക്ക് ഉണ്ടാക്കാം. കാരണം നമ്മൾ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മണം വരും. പിന്നെ അരി വേവിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതേ സമയമൊന്നും എടുക്കില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ. താങ്ക് യു.